എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രസവിച്ച് വീണ ഒരു കിടാവിനെ എങ്ങനെ പരിചരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. അത് ഒരു ലൈവ് വീഡിയോയായി തന്നെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആമുഖമായി കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, അപ്പോൾ വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഒരു പശു പ്രസവിച്ച് പശുക്കുട്ടി അഥവാ കാളക്കുട്ടൻ പുറത്ത് വന്നാലുടൻ അതിന് ശ്വാസതടസ്സമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ശ്വാസതടസ്സം ഉണ്ടാവുന്ന എപ്പോഴാണ്? കുറേ നേരം കുട്ടി വന്ന് ഗർഭാശയ കവാടത്തിൽ വന്നിരുന്ന് ശ്വാസം മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസതടസ്സമുണ്ടാകാം. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അഥവാ ഗർഭാശയത്തിനുള്ളിലെ ആ ദ്രാവകം കുഞ്ഞിൻ്റെ മൂക്കിൽ കയറിപ്പോയാൽ ശ്വാസതടസ്സമുണ്ടാകാം. അപ്പോൾ ഈ ശ്വാസതടസ്സം ഒഴിവാക്കാനായി പുറത്ത് വരുമ്പോൾ ഉടനെ തന്നെ കുഞ്ഞിൻ്റെ മുഖം നന്നായി തുടച്ചു കൊടുക്കുക. മൂക്കിൽ ചെറുതായിട്ട് ചെറിയ പുൽനാമ്പോ മറ്റോ ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ കുഞ്ഞ് തുമ്മും. അപ്പോൾ ആ തുമ്മലിലൂടെ കുറച്ച് സ്രവങ്ങളൊക്കെ പോകും. ഇതും പറ്റിയില്ലെങ്കിൽ കുഞ്ഞിനെ തലകീഴായി ആട്ടുക. അങ്ങനെ പല പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്വാസതടസ്സം ഇല്ലാതാക്കാം. പിന്നെ ചെയ്യേണ്ടത് അരമണിക്കൂറിനുള്ളിൽ തന്നെ കന്നിപ്പാൽ കുടിപ്പിക്കുക എന്നുള്ളതാണ്. കന്നിപ്പാലിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അതിന് ഒരു കിടാവിന് രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഇതാണ് കന്നിപ്പാൽ. കന്നിപ്പാലിനെ പറ്റി നമ്മൾ തുടർന്ന് പറയാം. പിന്നീട് ചെയ്യേണ്ടത് അതിൻ്റെ പൊക്കിൾക്കൊടി അണുനാശിനിയായ പിഞ്ചർ അയഡിൻ ഉപയോഗിച്ച് വൃത്തിയാക്കുക. കൂടാതെ അതിൽ മുക്കുക. പിന്നെ അതിൽ കൂടി അണുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിടുക. ആ കെട്ടിടുന്ന പ്രൊസീജിയറും ഞാനിവിടെ വീഡിയോയിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഒരു നല്ല വൃത്തിയുള്ള കട്ടിയുള്ള ഒരു നൂല് കൊണ്ട് കെട്ടി അത് ഭദ്രമാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അണുക്കൾ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ അണുക്കൾ അതിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് പോയി അണുബാധകളൊന്നും ഉണ്ടാകാതെ ഇത്രയും കാര്യങ്ങളാണ് ഒരു കിടാവ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത്.